Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു വെക്കാം, ശരിയാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. Phytohormone ethylene promotes senescence and abscission of plant organ എന്നാ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ എത്തിലീൻ എന്ത് ചെയ്യുന്നുണ്ട്, സെനസെൻസിനെയും അതേപോലെ തന്നെ അബ്സിഷൻ ഓഫ് പ്ലാന്റ് ഓർഗൻസിനെയും പ്രൊമോട്ട് ചെയ്യുന്നു എന്നാ പറയുന്നത്. ശരിയാണല്ലോ അല്ലെ? അപ്പൊ റൈപ്പനിങ് മാത്രമല്ല, ഈ ഒരു അബ്സിഷനെയും സെനസെൻസിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആര്? എത്തിലീൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കോമ്പൗണ്ട് ആസ് സോഴ്സ് ഓഫ് എത്തിലീൻ എന്ന് പറയുന്നത് എന്താണ്? എത്തഫോൺ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അതായത് എത്തിലീന്റെ ഒരു മേജർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എത്തഫോൺ ആണ്. കറക്റ്റ് ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡും ശരിയാണെങ്കിൽ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗ് ഇസ് നോട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത്. ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗിന്റെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അല്ലാത്ത എന്താണ് എന്ന് ചോദിച്ചത്? ഐഡന്റിഫിക്കേഷൻ ഓഫ്, ശരിയല്ലേ? യൂസ് ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ അതല്ല. രണ്ടാമത്തത് സ്പീഷീസ് കൺസർവേഷൻ. സ്പീഷീസുകൾ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഏതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഡിറ്റർമിനിങ് പെറ്റേണിറ്റി. പെറ്റേണിറ്റിയിൽ ഡൗട്ട് ഉണ്ടാവുക, ഡിസ്പ്യൂട്ടഡ് പാരന്റേജ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗ് യൂസ് ചെയ്യാം. ഏറ്റവും അവസാനത്തെ എന്താണ്? പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്. പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു ജനറ്റിക് ഫിംഗർ പ്രിന്റിങ്ങിനെ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ്, DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലാത്ത എന്താണ്? ഓപ്ഷൻ 4 പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്രീറ്റ് പ്രൊജസ്റ്ററോൺ ഹോർമോൺ? പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞതിൽ ആരാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്? ലേഡിക് സെൽസ് ആണോ, അല്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ആണോ, സെർട്ടോളി സെൽസ് ആണോ, ഗ്രാഫിയൻ ഫോളിക്കിൾ ആണോ? ഇതിനകത്ത് ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് കോർപ്പസ് ലൂട്ടിയം ഉണ്ട്, ഗ്രാഫിയൻ ഫോളിക്കിളും ഉണ്ട് അല്ലെ? അല്ലാതെ ലേഡിക് സെൽസും സെർട്ടോളി സെൽസും മെയിൽസിനകത്താണ്. അതിൽ സംശയം നമുക്ക് വരാനില്ല. കോർപ്പസ് ലൂട്ടിയം ആണോ, ഗ്രാഫിയൻ ഫോളിക്കിൾ ആണോ? ഇതിനകത്ത് കൺഫ്യൂഷൻ ആവശ്യമില്ല. പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ഉള്ളതുകൊണ്ടാണ് അല്ലെ? പ്രഗ്നൻസി ഹോർമോൺ ആണ്. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ്, യൂട്രസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം അവിടെ ഉള്ളതുകൊണ്ടാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു കോർപ്പസ് ലൂട്ടിയം ആണ്. ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which is not a heteropolysaccharide of extracellular matrix in multicellular animals? മൾട്ടിസെല്ലുലാർ ആനിമൽസിൽ ഒരു ഹെറ്ററോപോളിസാക്കറൈഡ് അല്ലാത്തത് ഏതാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതാണ്, ഹയാലുറോനാൻ ആണ്. ടി അവിടെ ഇല്ലാത്തതാണ്, ഹയാലുറോനാൻ ആണ്. രണ്ടാമത്തത് കെരാറ്റിൻ സൾഫേറ്റ് ആണ്. മൂന്നാമത്തത് കെരാറ്റിൻ ആണ്. ഫോർത്ത് ഓപ്ഷൻ ഹെപ്പരിൻ ആണ്. ഇതില് ഹെറ്ററോപോളിസാക്കറൈഡ് അല്ലാത്തത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് കെരാറ്റിൻ. അപ്പൊ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്, ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സുമായിട്ട്, അല്ലെങ്കിൽ എന്താണ്, മൾട്ടി സെല്ലുലാർ ആനിമൽസിന്റെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഹെറ്ററോപോളിസാക്കറൈഡ്സ് അല്ലാത്തത്. അടുത്തത്, വിച്ച് റേഡിയോ ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ടു ലേബൽ 5' എൻഡ് ഓഫ് DNA or RNA? DNA or RNAയുടെ 5' എൻഡിനെ ലേബൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഈ 5' എൻഡിൽ ഉണ്ടാവുന്നത് ഫോസ്ഫറസ് ആണ്. അപ്പം അതിനെ നമുക്ക് ലേബൽ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് P32 മാത്രമാണ് അല്ലെ? ഇതിനകത്ത് ഓപ്ഷൻ 2 ആയിട്ടുള്ള P32 മാത്രമാണ്. S32 അല്ലെങ്കിൽ C14 C12 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലേബൽ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അടുത്തത് ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് വായിച്ചു നോക്കാം. ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളത് നോക്കി നോക്കാം. അസേർഷൻ പറയുന്നത് ഇതാണ്. ഇൻ ടെറിഡോഫൈറ്റ് ജനറ ലൈക്ക് സെലാജിനെല്ല ആൻഡ് സെൽവീനിയ പ്രൊഡ്യൂസസ് ഹെറ്ററോസ്പോർ എന്നാണ്. അപ്പം ടെറിഡോസ് ആയിട്ടുള്ള സെലാജിനെല്ലയും സാൽവീനിയും ഒക്കെ ഹെറ്ററോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ? ഇനി എന്തുകൊണ്ടാണ് ഇതിന്റെ റീസൺ ആണോ നോക്കാം. ഹെറ്ററോസ്പോറി ഇൻ ടെറിഡോഫൈറ്റ്സ് ഇസ് എ പ്രിക്കേഴ്സർ ടു ദി സീഡ് ഹാബിറ്റ് വിച്ച് ഈസ് എൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഓഫ് എവല്യൂഷൻ. അതായത് ഈ ഒരു ഹെറ്ററോസ്പോറി എന്ന് പറയുന്നത് എന്താണ്, സീഡ് ഹാബിറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്നുള്ള ഒരു പ്രിക്കേഴ്സർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ ഒരു എവല്യൂഷന്റെ ഒരു സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഈ ടെറിഡോയിലുള്ള ഈ ഒരു ഹെറ്ററോസ്പോർ ഫോർമേഷൻ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇത് രണ്ടും ശരിയല്ലേ? കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലേ? അപ്പൊ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബോത്ത് എ അസേർഷൻ ആൻഡ്
റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്ന് നമുക്ക് പറയാനും പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദി കീ എഫക്ട്സ് ഓഫ് ജനറ്റിക് ഡ്രിഫ്റ്റ് ആർ. ജനറ്റിക് ഡ്രിഫ്റ്റിന്റെ കീ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് സിഗ്നിഫിക്കന്റ് ഇൻ സ്മോൾ പോപ്പുലേഷൻ. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ചേഞ്ച് ആണ് അല്ലെ, റാൻഡം ചേഞ്ചിനാണ് അല്ലീൽ ഫ്രീക്വൻസീസ് ആണ്. അപ്പം ഇതിപ്പോ ഒരു സിഗ്നിഫിക്കന്റ് ആവണമെന്നുണ്ടെങ്കിൽ സ്മോൾ പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സിഗ്നിഫിക്കന്റ്. ഇപ്പൊ ലാർജ് ആണ് അധികം എന്ത് ചെയ്യില്ല, അറിഞ്ഞോളന്നില്ല അല്ലെ. അപ്പൊ ഈ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റ് അത്രയും എഫക്റ്റീവ് ആയിട്ട് വന്നോളം അല്ലെ അവിടെ എന്താണ് കാണിച്ചോളന്നില്ല. അപ്പൊ സ്മോൾ പോപ്പുലേഷൻ ആകുമ്പോൾ അത് കുറച്ചും കൂടി എന്താണ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ എ എന്താണ് ശരിയാണ്. രണ്ടാമത്തത് വിച്ച് കോസ് അല്ലീൽ ഫ്രീക്വൻസീസ് ടു ചേഞ്ച് ചാർജ് അറ്റ് റാൻഡം എന്നാ പറഞ്ഞത്. അതായത് ചേഞ്ച് ആണ് കോസ് അല്ലീലിക് ഫ്രീക്വൻസീസ് ടു ചേഞ്ച് അറ്റ് റാൻഡം. അതായത് ഈ പറഞ്ഞ ജനറ്റിക് ഡ്രിഫ്റ്റ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അല്ലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഹാർഡി വെൻബർഗിൽ പഠിച്ചതാണല്ലേ, ഈക്വിലിബ്രിയം അല്ലീലിക് ഫ്രീക്വൻസി സിമിലർ ആയിട്ട് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ടെങ്കിൽ നിൽക്കില്ല, വിച്ച് വിൽ ചേഞ്ച് ഓർ അത് റാൻഡം ആയിട്ട് മാറാൻ തുടങ്ങും അല്ലെ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി നോക്കൂ, ലീഡ് ടു ലോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻ വിത്തിൻ പോപ്പുലേഷൻ. വേരിയേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ലോസ് അല്ലെങ്കിൽ എന്താണ് വിച്ച് ലീഡ് ടു ലോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻ വിത്തിൻ പോപ്പുലേഷൻ. പോപ്പുലേഷനിലുള്ള ജനറ്റിക് വേരിയേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങും, നഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം ഡ്രിഫ്റ്റ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. ഇനി കോസ് ഹാംഫുൾ അല്ലീൽസ് ടു ബിക്കം ഫിക്സ്ഡ് എന്നാ പറഞ്ഞത്. അതായത് ഹാംഫുൾ അല്ലീൽസ് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഫിക്സ്ഡ് ആയേക്കാം, സാധ്യതയുണ്ട്. ഇനി സിഗ്നിഫിക്കന്റ് ഇൻ എക്സ്ട്രീംലി ലാർജ് പോപ്പുലേഷൻ സൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എക്സ്ട്രീംലി ലാർജ് പോപ്പുലേഷൻ സൈസിലാണോ ഇത് എന്താണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ അതെന്തായാലും തെറ്റാണ് അല്ലെ. ബാക്കിയുള്ള എ ബി സി ഡി ഈ 4 സ്റ്റേറ്റ്മെന്റുകളും എന്താണ് ശരിയാണ്. അപ്പം എ ബി സി ഡി ഈ ഓൺലി എ ബി സി ഡി ഓൺലി എന്ന് പറയുന്ന ഈ തേർഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തല്ല, തെറ്റാണ്. കാരണം ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ലാർജ് പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു സ്മോൾ പോപ്പുലേഷൻ ആകുമ്പോഴാണ് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നത്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എഫക്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീ അനിമോൺസ് ആൻഡ് കോറൽസ് ബിലോങ്സ് ടു ദി ഫൈലം. അപ്പൊ ഇത് നമുക്കൊരു ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സീ അനിമോൺ കോറൽസ് കാണുമ്പോൾ നമുക്കൊരു സംശയം വന്നേക്കാം, പോറിഫറ ആണോ എന്നുള്ളൊരു തോന്നൽ വന്നേക്കാം അല്ലെ. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ പോറിഫറ ഉണ്ട്, പ്ലാറ്റിയൽമിന്തസ്, സീലൻട്രേറ്റ, പോറിഫറ, കൈനോഡോമേറ്റ ഉണ്ട് അല്ലെ. ഇതിൽ സംശയം വേണ്ട, സീ അനിമോൺ, കോറൽസ് ഇത് രണ്ടും വരുന്നത് എന്താണ്, സീലൻറ്ററേറ്റ ഓർ നിഡേറിയ ഫൈലത്തിലാണ്. അപ്പോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി അയ്യോ ഇതിപ്പോ പഠിക്കണ്ടേ എന്നുള്ളൊരു തോന്നൽ വന്നേക്കാം അല്ലെ. പക്ഷെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താ, അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലൈക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ എന്നുള്ള, അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ള എവിടെയെങ്കിലും ഒരു തുമ്പ് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. ഇനി അതിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇതാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് വയ റെസ്പിറേറ്ററി ചെയിൻ ക്രിയേറ്റ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് വിച്ച് ഡ്രൈവ്സ് ടു ദി സിന്തസിസ് ഓഫ് ATP എന്നാ പറഞ്ഞത്. ശരിയാണല്ലോ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രോട്ടോൺ H+ അയോൺ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നു. ആ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നതുകൊണ്ടാണ് അവിടെ ATP സിന്തസിസ് നമുക്ക് നടക്കുന്നത്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടത്താനും പറ്റുന്നത്. ഇനി അതിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. പീറ്റർ മിഷൽ postulates that two processes are coupled by a proton gradient across the inner mitochondrial membrane so that the proton motive force causes the electrochemical potential difference to drive the production of ATP എന്നാണ്. പീറ്റർ മിഷൽ പറഞ്ഞിട്ടുള്ള പോസ്റ്റുലേറ്റ്സിലെ മെയിൻ സാധനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എന്താണ്, ഈ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ശരിക്കും എന്തുണ്ടാകുന്നത്, അവിടെ ഒരു ഇലക്ട്രോകെമിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നതും അതുവഴി ATP ഫോർമേഷൻ നടക്കുന്നത് അല്ലെ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. അതായത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റും.